ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് പ്രോകാരിയോട്ടിലും യൂകാരിയോട്ടിലും കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. സോ ബാക്ടീരിയ എടുത്താലും അതുപോലെ യൂകാരിയോട്ടിലും രണ്ടിലും രണ്ട് തരത്തിലാണ് ട്രാൻസ്ക്രിപ്ഷൻ്റെ ചില സ്റ്റെപ്പുകളൊക്കെ നടക്കുന്നത്, ചില പ്രോസസ്സുകളിൽ. ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ ഒക്കെ തന്നെയാണ്. അതിൽ ചില കാര്യങ്ങളിൽ മാത്രം വ്യത്യാസമുണ്ട്. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ പിക്ചറിൽ കാണിക്കുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ ബാക്ടീരിയ അഥവാ പ്രോകാരിയോട്ടിൽ എങ്ങനെയാണ്. സോ അവിടുത്തെ പ്രത്യേകത നോക്കിയേ, നമ്മുടെ ഡബിൾ സ്ട്രാൻഡഡ് DNA 3' to 5' ഡയറക്ഷനിലുള്ള ഒരു കോംപ്ലിമെൻ്റ് പൊളാരിറ്റിയുള്ള ഒരു സ്ട്രാൻഡ്, അതുപോലെ 5' to 3' പൊളാരിറ്റിയുള്ള വേറൊരു സ്ട്രാൻഡ്. അങ്ങനെ നമ്മുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. അവിടെ നമുക്ക് പ്രൊമോട്ടർ ഉണ്ട്, ഇവിടെ ആയിട്ട് ഇതാ ടെർമിനേറ്റർ റീജിയൻ ഉണ്ടായിരിക്കും. പിന്നെ ഈ നടുക്ക് കാണുന്നതാണ് അതിൻ്റെ സ്ട്രക്ചറൽ ജീൻ. സോ പ്രൊമോട്ടർ റീജിയൻ, ടെർമിനേറ്റർ റീജിയൻ, ഇത്രയും സ്ട്രക്ചറൽ ജീൻ. അപ്പോൾ അതെങ്ങനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞത്? അപ്പോൾ ഈ പ്രൊമോട്ടർ റീജിയനിൽ ആര് വന്ന് ബൈൻഡ് ചെയ്യുന്നു? RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്യുന്നു. സോ RNA പോളിമറേസ് സിഗ്മ ഫാക്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. സോ RNA പോളിമറേസ് സിഗ്മ ഫാക്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് ഹോളോ എൻസൈമായിട്ട് പ്രൊമോട്ടർ സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യണു. ആ സ്റ്റെപ്പാണ് ഇനീഷ്യേഷൻ. സോ RNA പോളിമറേസിൻ്റെ ഡ്യൂട്ടി എന്താണ്? പോണ വഴിയിൽ അതൊക്കെ അൺബൈൻഡിങ് ആകുന്നു. ഈ DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറൊക്കെ അൺബൈൻഡിങ് ആവുന്നു. RNA പോളിമറൈസ് എൻസൈം ഇങ്ങനെ മൂവ് ചെയ്ത് ആ സ്ട്രക്ചർ ജീനിൽ അതിൻ്റെ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റുകൾ അല്ലെങ്കിൽ RNA കോപ്പി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇലോങ്ങേഷൻ. സോ ഇലോങ്ങേഷൻ സ്റ്റെപ്പിൽ സ്ട്രക്ചർ ജീനിലൂടെ ഈ RNA പോളിമറൈസ് എൻസൈം മൂവ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഈ എൻസൈമിൽ ഒരു ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന RNAയുടെ സ്ട്രാൻഡ് അങ്ങനെ തന്നെ ബൗണ്ട് ചെയ്തിരിക്കും. സോ പ്രൊഡ്യൂസ് ചെയ്യുന്ന RNAയുടെ ആ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് കോപ്പി ഈ പോളിമറൈസ് എൻസൈമായിട്ട് ബൗണ്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. സോ അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ തന്നെയാണ് നമ്മുടെ RNAയുടെ കോപ്പി. അത് കഴിഞ്ഞ് ഈ RNA പോളിമറൈസ് എൻസൈം എവിടെ എത്തുന്നു? ഇലോങ്ങേഷൻ കോംപ്ലക്സിലൂടെ പോയി ആ പോകുന്ന വഴിയിലൊക്കെ ഇത് അൺബൈൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആഡിങ് ഓഫ് ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റുകളെ ആഡ് ചെയ്യുന്നു RNAയുടെ കോപ്പി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം അത് ടെർമിനേറ്റർ റീജിയനിൽ എത്തുന്നു. ടെർമിനേറ്റർ റീജിയനിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിന് വേറെ ഒരു ഫാക്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഏത് ഫാക്ടറാണ്? RNA പോളിമറൈസ് എൻസൈം റോ ഫാക്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ടെർമിനേറ്ററിൽ റോ ഫാക്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ടെർമിനേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് സ്റ്റോപ്പ് ആവുന്നു. സോ ഈ ടെർമിനേറ്റർ റീജിയനിലെത്തുമ്പോൾ RNA പോളിമറൈസ് എൻസൈം റോ ഫാക്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ആവുന്നു. ആ സ്റ്റോപ്പ് ആവുമ്പോൾ എന്ത് ചെയ്യുന്നു? RNA പോളിമറൈസ് എൻസൈം അവിടുന്ന് ഡിസോസിയേറ്റ് ചെയ്യുന്നു. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്യുകയും RNAയുടെ സ്ട്രാൻഡ് അതിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഇതാണ് RNAയുടെ ഫോം ചെയ്ത ആ സ്ട്രാൻഡ്. ഈ പ്രോകാരിയോട്ടിക് അഥവാ ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ട്രാൻസ്ക്രിപ്ഷനും അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന പ്രോട്ടീൻ സിന്തസിസ് അഥവാ ട്രാൻസ്ലേഷനും എല്ലാം ഒരേ കമ്പാർട്ട്മെൻറ്റിലാണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മളതിനെ കപ്പിൾഡ് പ്രോസസ്സ് എന്ന് പറയുന്നു. കാരണം ബാക്ടീരിയയുടെ അല്ലെങ്കിൽ പ്രൊക്കാരിയോട്സിൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം. ആ പ്ലാസ്മ മെമ്പറൈൻ്റെ ഉള്ളിൽ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ അതിന് ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്ന ഭാഗം അതിൻ്റെ ന്യൂക്ലിയോയിഡാണ്. അത് കമ്പാർട്ട്മെൻറ്റുകളൊന്നും തന്നെ അവർക്കില്ല. സോ പ്രോകാരിയയിൽ കമ്പാർട്ട്മെൻ്റലൈസേഷൻ എന്ന് പറഞ്ഞ സംഭവമില്ല. ഡെഫിനിറ്റ് ന്യൂക്ലിയസോ ഡെഫിനിറ്റ് ന്യൂക്ലിയർ മെംബ്രെയിനോ അല്ലെങ്കിൽ മെംബ്രെയിൻ ഓർഗനൽസ്, സെൽ ഓർഗനൽസ് ഒന്നും തന്നെ പ്രോകാരിയോട്ടിലില്ല. സോ പ്രോകാരിയോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൈറ്റോപ്ലാസം വേറെ ന്യൂക്ലിയസ് വേറെ എന്നൊരു ക്ലിയർ ഡിസ്റ്റിങ്വിഷ് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ, തരംതിരിവൊന്നും തന്നെ പ്രോകാരിയോട്ടിലില്ല അല്ലെങ്കിൽ ബാക്ടീരിയയിലില്ല. സോ അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിൽ വെച്ച് നടന്ന് അത് കഴിഞ്ഞ് പ്രോസസ്സ് കഴിഞ്ഞ് അത് സൈറ്റോപ്ലാസത്തിലേക്ക് മൂവ് ചെയ്യണു എന്ന് യൂക്കാരിയോട്ടിൽ പറയണ പോലെ ഒന്നും തന്നെ ഇതിലില്ല, പ്രോകാരിയോട്ടിലില്ല. യൂക്കാരിയോട്ടിൽ മാത്രമേ ഈ പറഞ്ഞ RNA സ്ട്രാൻഡിൽ കുറച്ച് പ്രോസസ്സുകൾ ചെയ്തതിന് ശേഷം അത് ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് മൂവ് ചെയ്യുള്ളൂ. അതേസമയം പ്രോകാരിയോട്ടിൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് RNA സ്ട്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ അതിൻ്റെ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നു. രണ്ടും ഒരേ കമ്പാർട്ട്മെൻറ്റ്, അതായത് സൈറ്റോസോൾ അല്ലെങ്കിൽ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ് വേറെ വേറെ കമ്പാർട്ട്മെൻറ്റുകൾ ഇല്ലാത്തത് കൊണ്ട് എല്ലാം ഒരേ ഏരിയയിൽ തന്നെയായതുകൊണ്ട് ട്രാൻസ്ക്രിപ്ഷനും അതിനുശേഷമുള്ള പ്രോട്ടീൻ സിന്തസിസും എല്ലാം ഒരേ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ നടക്കുന്നു. സോ അതുകൊണ്ട് പറയുന്നു ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ബാക്ടീരിയയിൽ കപ്പിൾഡാണ്.
ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് കപ്പിൾഡ് ടുഗദർ ഒരുമിച്ച് നടക്കുന്നു. മിക്കവാറും ഈ പറഞ്ഞ പ്രൊഡ്യൂസ് ചെയ്യുന്ന RNA സ്ട്രാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അതോടൊപ്പം തന്നെ RNA കോഡ് ചെയ്ത് പ്രോട്ടീനുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ RNA എന്ന് പറഞ്ഞുണ്ടായ സ്ട്രാൻഡിൽ നിന്ന് ആദ്യം ഉണ്ടായ RNA സ്ട്രാൻഡിൽ നിന്ന് അതിനനുസരിച്ച് കറസ്പോണ്ടിങ് അമിനോ ആസിഡുകൾ വന്ന് ജോയിൻ ചെയ്ത് പ്രോട്ടീൻ പ്രൊഡക്ഷനും ഫോം ചെയ്തിട്ടുണ്ടാവും. സോ ട്രാൻസ്ക്രിപ്ഷൻ തീരുന്നതിന് മുമ്പ് തന്നെ ബാക്ടീരിയയിൽ പ്രോട്ടീൻ സിന്തസിസ് അഥവാ ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. രണ്ടും നടക്കുന്നത് ഒരേ കമ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് ഇതിനെ കപ്പിൾഡ് എന്ന് പറയും. ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ടേക്സ് പ്ലേസ് ഇൻ എ സെയിം കമ്പാർട്ട്മെൻറ്റാണ്. അവിടെ വേറെ ഡിഫറൻസ് ഒന്നുമില്ല, അവർ വേറെ ഏരിയ ഒന്നുമില്ല. സോ RNA സിന്തസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ട്രാൻസ്ക്രിപ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യം ഉണ്ടായ RNA സ്ട്രാൻഡിൽ നിന്ന് അതിന് കറസ്പോണ്ടിങ് ആയുള്ള അമിനോ ആസിഡുകൾ വന്ന് ജോയിൻ ചെയ്ത് പ്രോട്ടീൻ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. സോ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നമ്മുടെ ബാക്ടീരിയയിൽ ഒരുമിച്ചാണ് നടക്കുന്നത്.